ഹലോ മക്കളെ, അപ്പൊ മിസ് ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം കൊണ്ടാട്ടോ. അപ്പൊ നമുക്ക് എന്താ നോക്കാം. ഇതാ ഈ ഒരു പിക്ചർ കാണുമ്പോ നിങ്ങൾക്ക് അറിയാം എന്താണ്. നിങ്ങളും ഇതുപോലെ ആയിരിക്കും അല്ലെ, ഇനി എക്സാമിന് ഏതൊക്കെ ടോപ്പിക് വരും അല്ലെ, എന്തൊക്കെയാ പഠിക്കേണ്ടത്. അപ്പൊ അതിനായിട്ടുള്ള നിങ്ങൾ മോസ്റ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു 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 ടോപ്പിക്കാണ് മിസ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനം മിസ് പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്റേഴ്സിനും പ്രഡിക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, മിസ് പ്രഡിക്റ്റ് ചെയ്യാണ്. അപ്പൊ എന്തായിരിക്കും, നിങ്ങൾ ഷുവർ ആയിട്ട് പഠിച്ചിട്ട് പോയിക്കോ, എക്സാം സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം അല്ലെ. കാസ്കറ്റ്സ് ഓഫ് ലൈഫ്, അതായത് ജീവന്റെ ചെപ്പുകൾ. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം സെൽ എന്താന്ന് നോക്കാം. സെല്ല് നോക്കണം. അതായത് കോശങ്ങൾ, ആനിമൽ സെല്ലുണ്ട്, പ്ലാന്റ് സെല്ലുണ്ട് അല്ലെ. അതുപോലെ സെൽ സൈസ് ഡിപ്പെൻഡ് അപ്പോൺ, നമ്മൾ സെൽ സൈസ് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത് അല്ലെ, സോറി സെൽ സൈസ് അല്ല, സെൽ ഡിപ്പെൻഡ് അപ്പോൺ കേട്ടോ. സെൽ ഡിപ്പെൻഡ് അപ്പോൺ, നമ്മൾ സെല്ല് സൈസിനെയാണോ അല്ലെങ്കിൽ എന്താണ് നമ്പറിനെയാണോ ഡിപ്പെൻഡ് ചെയ്തൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സെറ്റാക്കി എടുത്തതാണ്. ഈ ഒരു ടോപ്പിക് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കണം. അതായത് എസൻസ് ഓഫ് ചേഞ്ച്, അതായത് ഡിഫറെന്റ് ഫോം ഓഫ് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്, ഊർജ്ജത്തിന്റെ വിവിധ രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനർജി കൺസർവേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഊർജ്ജ മാറ്റങ്ങൾ, ഒരു ഊർജ്ജം മറ്റൊരു ഊർജ്ജത്തിലേക്ക് മാറുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അത് അവസ്ഥാമാറ്റങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റങ്ങളും അതുപോലെ രാസമാറ്റങ്ങളും ഓർത്തു വെക്കണം. പിന്നെ അതുപോലെ അലോങ് വിത്ത് മോഷൻ അല്ലെ, ചലനത്തിനൊപ്പം. ഓക്കെ, മോഷൻ വിത്തിൻ ബോഡി, അതായത് ശരീരത്തിനുള്ളിലെ ചലനങ്ങള്. പിന്നെ ഫോഴ്സ് ആൻഡ് മോഷൻ, അതായത് ബലവും ചലനവും അല്ലെ. അത് രണ്ടും എന്താണ്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ, വ്യത്യസ്ത തരം ചലനങ്ങളുണ്ട്. വൈബ്രേഷൻ ആൻഡ് ഓസിലേഷൻ, കമ്പനവും ദോലനവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്. ഇത് മാത്രമേ വരുള്ളൂ, ഷുവർ ആയിരിക്കും. നോക്കിക്കോ. നെക്സ്റ്റ് ഫ്ലവർ ടു ഫ്ലവർ അല്ലെ, പൂവിൽ നിന്ന് പൂവിലേക്ക്. അതായത് പാർട്സ് ഓഫ് ഫ്ലവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂവിന്റെ ഭാഗങ്ങള്, മെയിൽ ഫ്ലവർ ഉണ്ട്, ഫീമെയിൽ ഫ്ലവർ ഉണ്ട് അല്ലെ, ആൺപൂക്കൾ ഉണ്ട്, പെൺപൂക്കൾ ഉണ്ട്. ഓക്കെ, അതുപോലെ യൂണിസെക്ഷലും ബൈസെക്ഷലും ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്, പോളിനേഷൻ പഠിച്ചിട്ടുണ്ട്, പോളിനേറ്റിംഗ് ഏജന്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്, പരാഗണം, അതൊക്കെ എന്ത് ചെയ്യാം, പരാഗകാരികളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി ഫുഡ് ഫോർ ഹെൽത്ത്, ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് പഠിക്കുക. പിന്നെ പ്രോട്ടീൻ എന്താ നോക്കി വെക്കണം, ഫാറ്റ് എന്താ നോക്കി വെക്കണം, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, കേശോക്കർ അല്ലെ, ഇതെന്താ നോക്കി വെക്കണം അല്ലെ. എന്താണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ടൈമിൽ ഡിസീസ് വരുന്നുണ്ട് അല്ലെ. ഒരു ഡിസീസ് ആണ് ഇതല്ലേ, എന്താണ്, ഒരു രോഗമാണ്, പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് നോക്കി വെക്കണം. ഏതൊക്കെയാണ് വൈറ്റമിൻസ്, എന്താണ്, വാട്ടറിൽ ലയിക്കുന്നത്, അതുപോലെ ജലത്തിൽ അല്ലെങ്കിൽ വാട്ടറിൽ ലയിക്കുന്നത്, പിന്നെ കൊഴുപ്പിൽ ലയിക്കുന്നത്, ഫാറ്റ് നോക്കണം. ഡിസീസ് കുറച്ച് നോക്കി വെക്കുക. ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ്, ഓരോ ഫുഡും അതിലുള്ള ന്യൂട്രിയൻസ്, നമ്മൾ റൈസ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഓയിൽ ഫാറ്റ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ദെൻ ലിവിങ് ഹാർമണി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം, ഹാബിറ്റേറ്റ് നോക്കി വെക്കുക. ഡീകമ്പോസസ്, വിഘാടകർ എന്താ നോക്കി വെക്കുക. ഫുഡ് വെബ് അല്ലെ, ആഹാര ശൃംഖലാജാലം ഒന്നെന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കുക. ചിലപ്പോൾ ഒരു ആഹാര ശൃംഖലാജാലം നിങ്ങൾക്ക് എഴുതാനൊക്കെ വരുമായിരിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചിലപ്പോൾ വരാം, നോക്കി വെക്കുക. ഓക്കെ, മിക്സ് ആൻഡ് സെപ്പറേറ്റ്, അതായത് പ്യൂർ സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ എന്താണ്, ശുദ്ധ പദാർത്ഥങ്ങളുണ്ട്, മിക്സ്ചേഴ്സ് ഉണ്ട് അല്ലെ, എന്താണ്, മിശ്രിതങ്ങളുണ്ട്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് അല്ലെ, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു മിശ്രിതങ്ങളെ വേർതിരിക്കാന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഡിക്കനേഷൻ, അരിച്ചു വേർതിരിക്കാം. ഫിൽട്രേഷൻ ഉണ്ട്, പിന്നെ അരിച്ചു വേർതിരിക്കല്, ഫിൽട്രേഷൻ ഉണ്ട്, എന്താണ്, ഇവാപ്പറേഷൻ ഉണ്ട്, ബാഷ്പീകരണം ഉണ്ട്. സെപ്പറേറ്റിംഗ് യൂസിങ് എ മാഗ്നറ്റ്, നമുക്ക് കാന്തങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിഫറൻസ് ഓഫ് സെപ്പറേഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഏതൊക്കെ സെപ്പറേഷൻസ് ആണ്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, മൂൺ ആൻഡ് സ്റ്റാർസ്, നമ്മൾ മൂണിനെ പഠിച്ചിട്ടുണ്ട്, സ്റ്റാറിനെ പഠിച്ചിട്ടുണ്ട്, സണ്ണിനെ പഠിച്ചിട്ടുണ്ട്, എർത്തിനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്സിങ് ആൻഡ് വാനിങ് അല്ലെ, വൃദ്ധിയും ക്ഷയവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൃദ്ധിക്ഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നക്ഷത്ര ഗണങ്ങൾ, അതായത് കൺസ്റ്റലേഷൻസ് പഠിച്ചിട്ടുണ്ട്. ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെ, നമ്മൾ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നില്ലേ, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, മെയിൻ ആയിട്ട് കാന്തങ്ങളെ പറ്റി, മാഗ്നറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലെ. ടൈപ്സ് ഓഫ് മാഗ്നറ്റ് മിസ് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെക്കണം. പോൾസ് എന്താണ്, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, ആകർഷണം വികർഷണം എന്താണ്. അതുപോലെ തന്നെ അൽ നിക്കോ എന്നൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അലൂമിനിയം, നിക്കൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മിസ്സിന്റെ
ചാപ്റ്റേഴ്സ് മിസ്സിന്റെ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ എന്താണ്, ഈ ഒരു ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്. ഇത് മെയിൻ ആയിട്ട് പഠിക്കുന്നത് ബോണിനെ പറ്റി അല്ലെങ്കിൽ അസ്ഥികളെ പറ്റിയാണ്. അസ്ഥികളെ ഉപയോഗം, അതുപോലെ നമ്മൾ എന്താണ് സ്കെള്ള്, വെർട്ടിബ്രൽ കോളം, റിബ്, ബോൺസ് ഓൺ ഹാൻഡ്, ബോൺസ് ഓൺ ലെഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് വാരിയെല്ല്, തലയോട്, നട്ടെല്ല്, കൈയിലെ എല്ലുകൾ, കാലിലെ എല്ലുകൾ, ഇതിനൊക്കെ പ്രത്യേകത എന്താണെന്നും ഇതിന്റെയൊക്കെ യൂസ് എന്താണെന്നും ഉപയോഗം എന്താണെന്നും പഠിച്ചു വെക്കുക. ഹിഞ്ച് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കൽ ജോയിന്റ്, പൈവറ്റ് ജോയിന്റ്, ഗോളര സന്ധി, വിജാഗര സന്ധി, ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അത്ര കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ മിസ് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക്, നിങ്ങൾ പാർട്ട് 2 എന്ത് ചെയ്യുക, നിങ്ങൾ പാർട്ട് 2 നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പാർട്ട് 2 നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് 2 ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നതെന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സും മിസ്സിന്റെ ഈ ഒരു ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഈ ഒരു ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ടത്. പിന്നെ ഇതിൽ തന്നെ എന്താണ് റിബ്സിന് എത്ര എണ്ണം ഉണ്ട്, എന്താണ് കയ്യിലെ എല്ലുകൾ എത്ര ഉണ്ട്, അതൊക്കെയുള്ള കുറച്ച് ബോൺസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, പാർട്ട് 2 നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. എന്ത് ചെയ്യുക, പാർട്ട് 2 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് നോക്കണം. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ ടോപ്പിക്സ് ആണ്, ആ ഒരു ചാപ്റ്റേഴ്സിൽ വരുന്ന ടോപ്പിക്സ് മിസ് ഇവിടെ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കി പഠിച്ചിട്ട് പോകുക കേട്ടോ. നിങ്ങൾ എക്സാം ഈസി ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.